എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ ഗോഹാൻ അവനാണെങ്കിൽ ആ ചുന്ദരിപ്പണിന്റെ കണ്ണു വെട്ടിച്ച് ഫ്ലൈയിങ് നിംബസിൽ കയറി തിരികെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പെൺകുട്ടിക്കും അവിടെയുള്ള ഒരുപാട് പേർക്കും എന്റെ മേലെ സംശയമുണ്ട്. ഒരു കാരണവശാലും ഞാനാണ് അവരന്വേഷിക്കുന്ന സൂപ്പർ ഹീറോ എന്നവരറിയാനായിട്ട് പാടില്ല. അതിനെന്തെങ്കിലും വിദ്യ ഉപയോഗിച്ചേ പറ്റൂ. ഐഡന്റിറ്റി ഹൈഡ് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് അവരെ സഹായിക്കണം. അതിനുറപ്പായാലും ബുൽമയ്ക്ക് എന്നെ സഹായിക്കാൻ പറ്റും. സോ ഇത്രയും വേഗം ബുൽമയുടെ അടുത്തേക്ക് പോയി എന്റെ പ്രശ്നങ്ങൾ അവളോട് പറയണമെന്ന് പറഞ്ഞ് ഗോഹാനാണെങ്കിൽ ലേറ്റ് ആയിട്ട് ബുൽമയുടെ അടുത്തേക്ക് വരികയാണ്. അവൻ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ബുൽമയോട് പറയും. ബുൽമയാണെങ്കിൽ അത് കേട്ട് ചിരിക്കും. നിനക്ക് അവരെ സഹായിക്കുകയും വേണം, മാത്രമല്ല നിന്റെ ഐഡന്റിറ്റി അത് ഹൈഡ് ചെയ്ത് വെക്കുകയും വേണമല്ലേ? ഓക്കെ, കുഴപ്പമില്ല. അപ്പായാലും ഞാനിതിന് നിന്നെ സഹായിക്കാം. നിന്റെ പവറൊക്കെ ഹൈഡ് ചെയ്ത് വെക്കാനും ഐഡന്റിറ്റി അത് പുറത്തേക്ക് പോകാതിരിക്കാനും പറ്റിയ ഒരു സ്യൂട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്ത് തരാം. അത് ഒരു ക്യാപ്സ്യൂൾ പരുവത്തിലാക്കി നിനക്ക് ഉപയോഗിക്കാൻ പറ്റും. എപ്പോഴൊക്കെ മറ്റുള്ളവരെ സഹായിക്കണമെന്ന് തോന്നുന്നോ അപ്പോൾ ഒക്കെ ആ ക്യാപ്സ്യൂൾ ഉപയോഗിച്ച് സ്യൂട്ട് ക്രിയേറ്റ് ചെയ്ത് ആ സ്യൂട്ടിൽ നിനക്ക് നിന്റെ ഐഡന്റിറ്റി ഹൈഡ് ചെയ്ത് അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കഴിയും. അതിന് കുറച്ച് മണിക്കൂർ സമയം എനിക്ക് ആവശ്യമാണ്. മഹാനാണെങ്കിൽ അത് കേട്ട് ഡബിൾ ഹാപ്പി ആവും. താങ്ക് യു സോ മച്ച് പുൽമ. എനിക്കറിയാമായിരുന്നു നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ കഴിയുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ രണ്ടാമോ ചിന്തിക്കാതെ നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. സത്യത്തിൽ ഇന്നത്തെ ക്ലാസ് ഒക്കെ വളരെയധികം ഹെഡേക്ക് ആയിരുന്നു. സോ അല്പസമയം ഞാൻ ട്രങ്ക്സിന്റെ കൂടെ കളിച്ചോട്ടെ. അതിന് അവള് പറയും ട്രങ്ക്സ് ഇപ്പോ വജീറ്റയുടെ കൂടെയാണ്. വജീറ്റോ അവൻ ആ ഗ്രാവിറ്റി റൂമിൽ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത്ര ചെറുപ്പത്തിലെ ഇത്രയും വലിയ ട്രെയിനിങ് ഒന്നും വേണ്ട എന്ന് ഞാൻ വജീറ്റയോട് പറഞ്ഞതാണ്. പക്ഷെ അവന്റെ മകനും അവനെ പോലെ തന്നെ സ്ട്രോങ് ആയിരിക്കണം. മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ അവൻ വളരെ സ്മാർട്ടായിട്ടും സ്ട്രോങ് ആയിട്ടും ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് അവനിപ്പോൾ ട്രെയിനിങ് കൊടുത്തിരിക്കുകയാണ്. അത് കേട്ട് ഗോഹാനാണെങ്കിൽ ഒരു നല്ല കാര്യം തന്നെയാണ്. ഞാൻ ആ ഗ്രാവിറ്റി റൂമിലേക്ക് പോയി അവരുടെ ട്രെയിനിങ് ഒക്കെ കണ്ടോളാം. ആ സമയം കൊണ്ട് എനിക്ക് ആ ഒരു സ്യൂട്ട് ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞ് ഞാനാണെങ്കിൽ ഗ്രാവിറ്റി റൂം ലക്ഷ്യമാക്കി അവിടുന്ന് അങ്ങനെ നടന്നു പോകും. ഞാനാണെങ്കിൽ ഇപ്പൊ ട്രങ്ക്സിന്റെ അടുത്തേക്ക് വരും. ട്രങ്ക്സ്, നീ നിന്റെ പപ്പയുടെ കൂടെ ട്രെയിനിങ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തോ? അതിന് ട്രങ്ക്സ് പറയും, യെസ്, ഞാനിത് കംപ്ലീറ്റ് ചെയ്തു. ഒത്തിരി ദിവസമായി നിന്നെ ഞാൻ കാണണമെന്ന് ആഗ്രഹിക്കുന്നു. നമുക്ക് രണ്ടുപേർക്കും കളിക്കാൻ പോയാലോ? അത് കേട്ട് ഗോഹാൻ പറയും, ഓ, നമുക്ക് രണ്ടുപേർക്കും ഇപ്പം തന്നെ കളിക്കാൻ പോവാം. ഉടനെ വെജീറ്റ ആണെങ്കിൽ അതുവഴി കടന്നു വന്ന് ഗോഹാനെ നോക്കും. നീ ഇപ്പോ ഇല്ലാന്ന് കരുതി പ്രോപ്പറായിട്ട് ട്രെയിനിങ് ഒന്നും എടുക്കാറില്ലല്ലേ? നിന്റെ ശരീരം കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവുന്നുണ്ട്. മര്യാദയ്ക്ക് ട്രെയിനിങ് എടുക്കാൻ നോക്കുമെന്ന് പറഞ്ഞ് ആൾ അവിടുന്ന് കടന്നു പോകും. അത് കേട്ട് ഗോഹാനാണെങ്കിൽ ഓക്കെ ഒക്കെ പറഞ്ഞ് സാഡായിട്ട് നിൽക്കും. അല്പസമയം കഴിയുമ്പോൾ ബുൽമയാണെങ്കിൽ അവന്റെ സ്യൂട്ട് തയ്യാറാക്കി ഗോഹാൻ അവിടേക്ക് വിളിക്കുകയാണ്. ഗോഹാൻ ആണെങ്കിൽ സന്തോഷത്തോടു കൂടെ വാച്ചിന്റെ രൂപത്തിലുള്ള ആ ക്യാപ്സ്യൂൾ അവന്റെ കയ്യിൽ കിട്ടും. ഈ റെഡ് ബട്ടൺ അത് അമർത്തുകയാണെങ്കിൽ നീ ആ സ്യൂട്ട് ഇട്ട ഫോമിലേക്ക് പോകും. അത് കേട്ട് ഗോഹാനാണെങ്കിൽ ഹാപ്പി ആയിട്ട് ആ റെഡ് ബട്ടണിൽ പ്രസ് ചെയ്യും. അടുത്ത നിമിഷം അവൻ പ്രതീക്ഷിച്ചതിലും അടിപൊളി ഒരു സ്യൂട്ട് അവന്റെ ബോഡിയിൽ വരികയാണ്. ഗോഹാനും ട്രങ്ക്സിനും അവർക്ക് രണ്ടുപേർക്കും അത് ഒരുപാട് ഇഷ്ടപ്പെടും. ട്രങ്ക്സ് ആണെങ്കിൽ ബുൽമയോട് പറയും, അമ്മ ഇതുപോലൊന്ന് എനിക്കും വേണം. ഗോഹാൻ ആണെങ്കിൽ ട്രങ്ക്സിനോടും ബുൽമയോടും യാത്ര പറഞ്ഞ് ഇപ്പൊ അവിടുന്ന് അങ്ങനെ കടന്നു പോകും. നേരെ യാത്ര ചെയ്ത് കഴിയുമ്പോൾ അവൻ ഫ്ലൈയിങ് നിംബസിനോട് പറയും, ഞാൻ ഈ ഒരു സ്യൂട്ട് ഇട്ട് ഫ്ലൈ ചെയ്യുകയാണെങ്കിൽ ആർക്കും എന്നെ കണ്ടുപിടിക്കാനായിട്ട് കഴിയില്ല. എന്തു പറയുന്നു, നമുക്ക് രണ്ടുപേർക്കും ഇപ്പോൾ റേസ് അത് വെച്ച് നോക്കിയാലോ? നിംബസ്, നീയാണോ ഞാനാണോ ജയിക്കാന്ന് കാണാന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും മത്സരിക്കാനായിട്ട് ആരംഭിക്കും. അവരങ്ങനെ മത്സരിച്ച് പറന്നു വരുമ്പോഴായിരിക്കും സിറ്റിയിലൂടെ ഒരു കാർ വളരെ സ്പീഡിൽ അലക്ഷ്യമായി ഡൈവ് ചെയ്ത് പോകുന്നത് കാണുക. ഗോഹാൻ ആണെങ്കിൽ അപകടം മനസ്സിലാക്കി ഇപ്പോൾ ആ കാറിന് മുൻപിലേക്ക് വരും. അവർ സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തി പുറത്തേക്ക് വന്ന് ഗോഹാനെ ചീത്ത വിളിക്കും. ഹേയ് പീറ ചക്ക, നിനക്ക് ഇത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വണ്ടിയുടെ മുൻപിൽ ഒന്ന് നിൽക്കും. ആട്ടെ, നീ എങ്ങനെ പറന്ന് താഴേക്ക് ഇറങ്ങി? നിനക്ക് എന്തെങ്കിലും പവറുണ്ടോ? അത് കേട്ട് ഗോഹാൻ പറയും, ഞാനാണ് ദ ഗ്രേറ്റ് സൈമൺ. നിങ്ങളെപ്പോലുള്ളവരെ മര്യാദ പഠിപ്പിക്കാനും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും രക്ഷിക്കാനുമാണ് ഞാൻ ഇവിടേക്ക് വന്നത്. അത് കേട്ട് അവരാണെങ്കിൽ ഗോഹാനെ കളിയാക്കി ചിരിക്കും. നിന്നെപ്പോലൊരു പിറ പയ്യന് അതിനൊന്നും കഴിയില്ല. നീ സൂപ്പർ ഹീറോ അല്ല, സൂപ്പർ വേസ്റ്റ് ആണ്. അടി കിട്ടണമെങ്കിൽ ദൂരേക്ക് മാറി നിൽക്കാൻ പറയും. അത് കേട്ട് കൺട്രോൾ പോയ ഗോഹാനാണെങ്കിൽ നിലത്താഞ്ഞ് ചവിട്ടും. ആ ചവിട്ടില് ആ റോഡ് തകരുകയാണ്. ഒട്ട് രണ്ടുപേരും അത് കണ്ട് ഭയപ്പെട്ട് ദൂരേക്ക് മാറി നിൽക്കും. ഓനോ, ഞങ്ങൾ ആളറിയാതെ എന്തൊക്കെയോ പറഞ്ഞു പോയി. ദയവ് ചെയ്ത് ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങൾ ഇനി വളരെ മര്യാദയോടുകൂടെ ഡ്രൈവ് ചെയ്തോളാം. ഗോഹാനാണെങ്കിൽ അവരോട് ക്ഷമിച്ച് അവരുടെ കാറ് അത് പ്രോപ്പറായിട്ട് ഓടിച്ചു പോകാനുള്ള സ്ഥലത്തേക്ക് അങ്ങനെ എടുത്തു വെക്കും. അവന്റെ പവറും കഴിവും കണ്ട് അവർ വീണ്ടും ഞെട്ടും. ഇനി ഒരിക്കലും ഇത്തരത്തിലുള്ള തെറ്റ് ഞങ്ങൾ ആവർത്തിക്കില്ല എന്ന് പറഞ്ഞ് പതിയെ കാറെടുത്ത് അവർ കടന്നു പോകും. ഇതാ ഗോഹാനാണെങ്കിൽ അവന്റെ പുതിയ കോട്ടും സ്യൂട്ടൊക്കെ ഇട്ട് അവന്റെ അമ്മ ചീച്ചിയുടെ അടുത്തേക്ക് വരികയാണ്. ചീച്ചിയാണെങ്കിൽ ദേഷ്യപ്പെടും, നീയും നിന്റെ അച്ഛനെ പോലെ തുടങ്ങരുതെന്ന് പറയും. അടുത്ത നിമിഷം ഗോഹാന്റെ അനിയൻ ഗോട്ടൻ അവനാണെങ്കിൽ വലിയൊരു ഫിഷുമായിട്ട് അകത്തേക്ക് വരും. ഗോട്ടൻ ആണെങ്കിൽ ആ ഒരു സ്യൂട്ട് അത് ഒരുപാട് ഇഷ്ടപ്പെടും. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഗോഹാൻ ആണെങ്കിൽ വീണ്ടും അവന്റെ കോളേജിലേക്ക് പോകാൻ തയ്യാറാവും. ആണെങ്കിൽ ഗോഹാനോട് പറയും, നീ വളരെയധികം ശ്രദ്ധിച്ചു വേണം പോവാൻ.
പ്ലെയിനും പേടകവും ഒക്കെ ആകാശത്തൂടെ ഫ്ലൈ ചെയ്യുമ്പോൾ പവർ സ്പീഡ് എടുക്കാതെ അവയ്ക്കൊക്കെ സൈഡ് കൊടുത്ത് വളരെ കെയർഫുൾ ആയിട്ട് വേണം നീ കോളേജിലേക്ക് പോകാനായിട്ട്. അതിന് ഗോഹാൻ ആണെങ്കിൽ ഓക്കെ പറഞ്ഞ് നീ ഫ്ലൈയിങ് നിംബസ് നിങ്ങൾക്കുള്ളതാണ്, അതിനെ സൂക്ഷിക്കണം, ഞാൻ എത്രയും വേഗം കോളേജിൽ പോയി മടങ്ങി വരാമെന്ന് പറഞ്ഞ് അവന്റെ പുതിയ സ്യൂട്ടിൽ അവിടുന്ന് പറന്നു പോകും. അതുകൊണ്ട് ഗോട്ടൻ ആണെങ്കിൽ എനിക്ക് എന്റെ ചേട്ടന് ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടും. ഗോഹാൻ ആണെങ്കിൽ ഹാപ്പി ആയിട്ട് നിമിഷ നേരങ്ങൾക്കുള്ളിൽ തന്നെ ഫ്ലൈ ചെയ്ത് അവരുടെ ആ വലിയ ബിൽഡിംഗ് കോളേജിന്റെ മുകളിലേക്ക് വന്ന് ലാൻഡ് ആവുകയാണ്. ഗോഹാൻ ആണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇപ്പൊ അവന്റെ ക്ലാസ് റൂമിലേക്ക് കടന്നു വരും. പ്രൊഫസർ ആണെങ്കിൽ വളരെ കാര്യമായിട്ട് ക്ലാസ് എടുക്കുകയാണ്. ആ സമയത്ത് രണ്ട് കുട്ടികളാണെങ്കിൽ ഇപ്പൊ പുതുതായിട്ട് സിറ്റിയിൽ വന്ന നമ്മുടെ സൂപ്പർ ഹീറോയെ കുറിച്ച് പരസ്പരം സംസാരിക്കും. ഒരുത്തനാണെങ്കിൽ ഓപ്പോസിറ്റ് ഉള്ളവനോട് പറയും പുതിയ സൂപ്പർ ഹീറോ അവൻ ശരിക്കും പവർഫുൾ ആണ്. എല്ലാവരും അവന്റെ പവർ കണ്ട് ഞെട്ടി. അവന്റെ പേര് അത് സാൽമൺ എന്നാണ്. അത് കേട്ട് ഗോഹാൻ ആണെങ്കിൽ ചാടി വീണ് അവരോട് പറയും അവന്റെ പേര് സാൽമൺ എന്നല്ല, മറിച്ച് സൈമൺ എന്നാണ്. സോ നിങ്ങൾ അറിഞ്ഞതും പറഞ്ഞതും ഒക്കെ കറക്റ്റാണ്, അവൻ ശരിക്കും പവർഫുൾ ആണ്. അത് കേട്ട് അവരാണെങ്കിൽ ഇപ്പൊ ഗോഹാനോട് ചോദിക്കും അതിരിക്കട്ടെ നീ എങ്ങനെ അവനെ കുറിച്ച് അറിഞ്ഞു? അതിന് ഗോഹാൻ പറയും എന്റെ ഒരു ഫ്രണ്ട് ആ സൂപ്പർ ഹീറോയെ കണ്ടിരുന്നു, ആ സമയത്ത് അവൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് എന്നോട് പറഞ്ഞത്. ഇവരെങ്ങനെ കാര്യമായിട്ട് സംസാരിക്കുന്നത് കണ്ട പ്രൊഫസർ ആണെങ്കിൽ അവരോട് ദേഷ്യപ്പെടും. അടുത്ത നിമിഷം ആ ചുന്ദരി പെണ്ണിനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോൺടാക്ട് ചെയ്യും. നിന്റെ സഹായം ഞങ്ങൾക്ക് എത്രയും വേഗം ആവശ്യമാണ്. ഒരു വലിയ ക്രിമിനൽ ഒരു ബസ് ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. അവന്റെ കയ്യിൽ വലിയ വലിയ വെപ്പൻസ് ഉണ്ട്. സോ എത്രയും വേഗം നീ ഇവിടേക്ക് വന്ന് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണം. അത് കേൾക്കേണ്ട താമസം അവളാണെങ്കിൽ ഞാൻ എത്രയും വേഗം എത്താന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി പ്രൊഫസറിനോട് എനിക്ക് അത്യാവശ്യമായിട്ടുള്ള മിഷന് ബന്ധപ്പെട്ട് പുറത്തേക്ക് പോകണമെന്ന് പറയും. പ്രൊഫസർ ആണെങ്കിൽ ഓക്കെ പറഞ്ഞ് അവളെ പറഞ്ഞയക്കും. അത് കേട്ട് നമ്മുടെ ഹീറോ ഗോഹാൻ അവൻ ഷോക്കാവും. കൂടി പെണ്ണാണെങ്കിൽ ഗോഹാനോട് പറയും അവൾ ശരിക്കും ഒരു സൂപ്പർ ഹീറോയെ പോലെ തന്നെയാണ്. അവളുടെ അച്ഛൻ ഈ ഒരു ഭൂമി കണ്ട ഏറ്റവും വലിയ ഫൈറ്ററാണ്, ചാമ്പ്യനാണ്. സോ അതുകൊണ്ട് തന്നെ അവൾക്കും അതുപോലുള്ള ഒരുപാട് പവർ ഉണ്ട്. പോലീസുകാർക്ക് പോലും സോൾവ് ചെയ്യാൻ കഴിയാത്ത ഇത്തരത്തിലുള്ള വലിയ വലിയ പ്രശ്നങ്ങൾ അത് അവളാണ് സോൾവ് ചെയ്ത് കൊടുക്കുക. അവരെ സഹായിക്കുന്നതും അവളാണ്. അത് കേട്ട് നമ്മുടെ ഗോഹാൻ ഞെട്ടും. എന്ത്, അവൾക്ക് സെയ്റ്റാനെ പോലെ സൂപ്പർ ഹീറോ പവർ ഉണ്ടെന്നോ? അതിന് അവള് പറയും അതെ, അവൾക്ക് അങ്ങനെ പവർ ഉണ്ട്. സെയ്റ്റാനാണ് ഈ ഭൂമിയെ രക്ഷിച്ചത്. അതുകൊണ്ട് തന്നെ അവൾക്കും പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും. ഒരു സെക്കൻഡ് നമ്മുടെ ഗോഹാൻ ആണെങ്കിൽ പഴയ ഫൈറ്റിനെ കുറിച്ചൊന്ന് ആലോചിക്കും. ഓ നോ, ഇവരെല്ലാവരും ചിന്തിച്ചു വെച്ചിരിക്കുന്നത് ആ മോൺസ്റ്ററിനെ തോൽപ്പിച്ചത് സെയ്റ്റാനാണെന്നാണ്. ഇപ്പൊ ഞാൻ നോക്കിയിരുന്നിട്ട് കാര്യമില്ല, എത്രയും വേഗം ഞാനും അവിടേക്ക് പോകണമെന്ന് പറഞ്ഞ് ഗോഹാൻ ആണെങ്കിൽ ഇപ്പൊ പുറത്തേക്ക് ചാടി ഓടും. അതിന് പ്രൊഫസർ ആണെങ്കിൽ നീ എവിടേക്കാണെന്ന് ചോദിക്കും. അതിന് ഗോഹാൻ പറയും എനിക്ക് അത്യാവശ്യമായിട്ട് ഒന്ന് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞ് അവൻ ഡോർ തുറന്ന് ഉഷാറായിട്ട് പുറത്തേക്ക് അങ്ങനെ ഓടി വരും. അതിനുശേഷം അവൻ ആ വാച്ചിൽ ടച്ച് ചെയ്ത് അവന്റെ പുതിയ സ്യൂട്ടിലേക്ക് മാറി ആ സിറ്റി അത് ലക്ഷ്യമാക്കി കടന്നു പോവാണ്. കട്ട് ചെയ്ത ഇവിടെ ആ വില്ലന്മാരെ കാണിക്കും. പോലീസ് കൊടുത്ത പണം മുഴുവൻ അവർ പെട്ടിയിലാക്കിയതിനു ശേഷം ബസ്സിലുണ്ടായിരുന്ന ഏജ്ഡ് ആയിട്ടുള്ള ഹോസ്റ്റേജസുകളെ അവരെ വിട്ടുകൊടുക്കാതെ അവർ ബസ്സുമായിട്ട് കടന്നു കളയും. പോലീസുകാരാണെങ്കിൽ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കും. ഉടനെ മറ്റൊരു പോലീസ് അത് തടയും. ഒരു കാരണവശാലും നമ്മൾ ഷൂട്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ ആ ഹോസ്റ്റേജുകൾക്ക് വലിയ രീതിയിലുള്ള അപകടം ഉണ്ടാക്കും. സോ നമുക്ക് തൽക്കാലം അവരെ ഫോളോ ചെയ്യാമെന്ന് പറഞ്ഞ് പോലീസ് ആണെങ്കിൽ അവരെ ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങും. ഇവിടെ അപ്പാപ്പന്മാർക്കും അമ്മാവന്മാർക്കും എന്താ നടക്കണമെന്ന് അറിയില്ല. അവരെ ടൂർ കൊണ്ടുപോവുകയാണെന്ന് കരുതി അവരങ്ങനെ ഹാപ്പി ആയിട്ട് ചില്ല് ചെയ്ത് ഫോട്ടോയൊക്കെ എടുത്ത് വൈബ് അടിച്ച് ബസ്സിൽ അങ്ങനെ കടന്നു പോകും. ഉടനെ ഹിജാക്ക് ചെയ്ത ബസ് ഡ്രൈവറും വില്ലനും അവർ രണ്ടുപേരും ഇപ്പൊ അവരോട് പറയും നിങ്ങൾ തട്ടിക്കൊണ്ടു പോവാണ്, അല്ലാതെ ഇതൊരു പിക്നിക് ഒന്നുമല്ല. പക്ഷെ അപ്പോഴും അവർക്കാണെങ്കിൽ യാതൊരു കൂസലും ഇല്ല. അടുത്ത നിമിഷം ഇറ്റാന്റെ മകൾ ചുന്ദരി പെണ്ണ് അവളാണെങ്കിൽ ആ പേടകത്തില് ഇപ്പൊ ആ ബസ്സിന്റെ മുകളിലേക്ക് പറന്നിറങ്ങി വരികയാണ്. പോലീസുകാർക്കാണെങ്കിൽ അവളെ കണ്ട് ഭയങ്കര സന്തോഷം. അതുപോലെ തന്നെ ബസ്സിലുണ്ടായിരുന്ന വയസ്സായ ആൾക്കാർ അവരും അത് സെയ്റ്റാന്റെ മകൾ ചുന്ദരി പെണ്ണാണെന്ന് മനസ്സിലാക്കി അവളുടെ ഫോട്ടോ ചറപറ എടുക്കും. ആ വില്ലനാണെങ്കിൽ അവളുടെ പേടകത്ത് നോക്കി വെടിവെക്കുമെങ്കിലും അവളുടെ കോപ്റ്റർ അതങ്ങനെ ഓരോ ഭാഗത്തേക്ക് ഡൈവേർട്ട് ചെയ്ത് ആ അറ്റാക്കുകളിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് ആ ബസ്സിനെ രക്ഷിക്കാൻ അതിന്റെ അടുത്തേക്ക് എത്തും. അവളാണെങ്കിൽ ബസ്സിന്റെ മുകളിലേക്ക് ചാടിയത് കണ്ട് ആ വില്ലനാണെങ്കിൽ ബസ്സിന്റെ മുകളിലേക്ക് അറഞ്ച് മുറച്ച് ഷൂട്ട് ചെയ്യുകയാണ്. ഇവിടെ ഗോഹാനാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അവളുടെ ഓരോ മൊമെന്റ്സ് നോക്കും. വാവ്, അവൾ ശരിക്കും എല്ലാവരും ഞെട്ടിച്ചുകൊണ്ടാണ് അതിന്റെ മുകളിലേക്ക് ചാടിയത്. സുന്ദരിപ്പെണ്ണാണെങ്കിൽ ബസ്സിന്റെ മുകൾ ഭാഗത്ത് ആഞ്ഞു ചവിട്ടി ഇപ്പൊ താഴേക്ക് വരും. അതിനുശേഷം ആ വില്ലനെ പിടിച്ച് വലിച്ച് ആറഞ്ചം പുറഞ്ഞ് തല്ലി രണ്ടുപേരെ ദൂരേക്ക് വലിച്ചെറിയാണ്. അതുകൊണ്ട് ആ അപ്പാപ്പമാരും അമ്മാവന്മാരും ആണെങ്കിൽ സന്തോഷത്തിൽ കൈയടിച്ച് നീ ശരിക്കും അടിപൊളിയാണെന്ന് പറഞ്ഞ് അവളുടെ ഫോട്ടോ ഒക്കെ എടുക്കും. പക്ഷെ അപ്പോഴായിരിക്കും അവർ പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റ് സംഭവിക്കുക. ബസ്സിന്റെ നിയന്ത്രണം വിട്ട് അത് വലിയൊരു കൊക്കയിലേക്ക് മറിയും. എല്ലാം അവസാനിച്ചു, ജീവൻ നഷ്ടപ്പെടാൻ പോവുകയാണെന്ന് കരുതി അവരങ്ങനെ പേടിച്ചിരിക്കുന്ന അടുത്ത നിമിഷം നമ്മുടെ ഗോഹാൻ അവൻ ആ ബസ് അങ്ങനെ ക്യാച്ച് ചെയ്ത് പതിയെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരും. സുന്ദരി പെണ്ണും ബസ്സിലുണ്ടായിരുന്ന
അപ്പാമാരും അമ്മാമാരും അവരെല്ലാവരും പുറത്തേക്ക് വന്ന് ഇപ്പൊ ഗോഹാനോട് താങ്ക്സ് പറയും. ചുന്ദരിപ്പെണ്ണാണെങ്കിൽ നിങ്ങൾ ആരാണെന്ന് ചോദിക്കും. അതിന് ഗോഹാനാണെങ്കിൽ ലാസ്റ്റ് നൈറ്റ് പഠിച്ചു വെച്ച ഡയലോഗൊക്കെ നിർത്താതെ പറയും. ഞാനാണ് നിങ്ങളെപ്പോലുള്ളവരെ രക്ഷിക്കാനായിട്ട് ഭൂമിയിലേക്ക് വന്ന സൂപ്പർ ഹീറോ, സാക്ഷാൽ സൈമൺ, നമുക്ക് പിന്നെ കാണാമെന്ന് പറഞ്ഞ് അവളുടെ പേര് വിളിച്ച് അവിടുന്ന് കടന്നു പോകും. അത് കേട്ട് അവൾ ഞെട്ടുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.